KSRTCക്ക് 122 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് ധനവകുപ്പിൽ നിന്ന് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, KSRTCക്ക് വാരിക്കോരി കൊടുക്കുന്നു. അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചത് ആശ്വാസമാണ്. അവർക്ക് ശമ്പളം കിട്ടുമല്ലോ. വിവരങ്ങൾ. കൃഷ്ണരാജ്, KSRTCക്ക് സഹായമായിട്ടാണ് 122 കോടി രൂപ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. 72 കോടി രൂപ പെൻഷൻ വിതരണത്തിനായും 50 കോടി രൂപ മറ്റ് സാമ്പത്തിക സഹായത്തിനുമായിട്ടാണ് വിതരണം ചെയ്തത്. ഈ പെൻഷൻ വിതരണത്തിലുള്ള പൈസ എല്ലാ മാസവും ഇത്തരത്തിൽ 75 കോടിയോളം രൂപയാണ് പെൻഷൻ വിതരണത്തിനായി മാത്രം കൊടുക്കേണ്ടത്. പക്ഷേ ഈ മാസം ഇത് 72 കോടി രൂപയായിട്ട് ചുരുക്കിയിട്ടുണ്ട്. 3 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. 50 കോടി രൂപ എന്ന് മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന്, ഡീസൽ അടിക്കുന്നതിന്, മറ്റ് അറ്റകുറ്റപ്പണികൾക്കായിട്ട്, മറ്റാവശ്യങ്ങൾക്കായിട്ടൊക്കെ തന്നെ KSRTC 100 കോടിയിലധികം രൂപ ആവശ്യമുള്ളതായിട്ട് ഈ KSRTC വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തുക 50 കോടിയിലേക്ക് ചുരുക്കിക്കൊണ്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് 900 കോടി രൂപയാണ്. ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും അതിന് 300 കോടി മാത്രമേ ഇതുവരെ KSRTCക്ക് കൊടുക്കാനായിട്ട് വകുപ്പിന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൊടുക്കുന്ന തുകയേക്കാളും കുറച്ചാണ്, അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള തുകയേക്കാളും കുറച്ചാണ് KSRTCക്ക് പല ഘട്ടങ്ങളിലും ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6523 കോടി രൂപ ഈ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തെയും KSRTCയുടെ ചെലവിനെ അപേക്ഷിച്ചൊക്കെ തുലോം കുറവാണ്. അതും ഇത്തരത്തിൽ ഏറ്റവും കുറവ് തുകയാണ് നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം, ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ കുറച്ച് മാസങ്ങൾ മാത്രമാണുള്ളത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും തുക എന്ന് പറയുന്നത് കൺസോർഷ്യത്തിൽ എടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് സഹകരണ സംഘങ്ങളിലൊക്കെ റോൾ ചെയ്തുകൊണ്ടുമാണ് ഈ തുക, അല്ലെങ്കിൽ KSRTC നിത്യ ചെലവ് തന്നെ നടന്നു പോകുന്നത്. ഈ തുക ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ അനുവദിക്കുന്ന തുക മറ്റൊരു ഘട്ടത്തിൽ KSRTC തന്നെ ലോണായിട്ട് തിരികെ അടയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കൊക്കെ ആശ്വാസകരമാണ്. പക്ഷേ എന്നിരുന്നാലും 3 കോടി രൂപയുടെ കുറവ് ഈ ഘട്ടത്തിലും വന്നിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി. KSRTCക്ക് 122 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. മറ്റു കാര്യങ്ങൾക്ക് 50 കോടി, പെൻഷൻ നൽകാൻ 72 കോടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.